ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ ഹൈസ്പീഡ് GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. കേരള നടനത്തിൻ്റെ ആദ്യത്തെ നായിക, ഗുരു ഗോപിനാഥിൻ്റെ പത്നി എന്നീ നിലകളിൽ പ്രശസ്തയായ നർത്തകി തങ്കമണി ഗോപിനാഥ്. കേരള നടനത്തിൻ്റെ ആദ്യത്തെ നായിക, ഗുരു ഗോപിനാഥിൻ്റെ പത്നി എന്നീ നിലകളിൽ പ്രശസ്തയായ നർത്തകി തങ്കമണി ഗോപിനാഥ്. മോഹിനിയാട്ടത്തിന് ഇന്ന് കാണുന്ന രൂപം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച കലാമണ്ഡലത്തിലെ പ്രശസ്ത ഗുരുക്കന്മാർ ആരെല്ലാം? കല്യാണിക്കുട്ടിയമ്മ, ചിന്നമ്മു അമ്മ, സത്യഭാമ. മോഹിനിയാട്ടത്തിന് ഇന്ന് കാണുന്ന രൂപം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച കലാമണ്ഡലത്തിലെ പ്രശസ്ത ഗുരുക്കന്മാർ ആരെല്ലാം? കല്യാണിക്കുട്ടിയമ്മ, ചിന്നമ്മു അമ്മ, സത്യഭാമ. കഥകളിയിലെ സംഗീതത്തിന് അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന സംഗീത ശൈലി ഏതാണ്? സോപാന സംഗീതം. കഥകളിയിലെ സംഗീതത്തിന് അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന സംഗീത ശൈലി ഏതാണ്? സോപാന സംഗീതം. കൂടിയാട്ടത്തെ ഏതു വർഷമാണ് ലോക പൈതൃകമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്? 2001. കൂടിയാട്ടത്തെ ഏതു വർഷമാണ് ലോക പൈതൃകമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്? 2001. ഇത് PSC പലതവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൂടിയാട്ടത്തെ ഏതു വർഷമാണ് ലോക പൈതൃകമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്? 2001. പാനയവന തരണത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണങ്ങൾ? പറ, തുടി, ചേങ്ങില. പാനയവന തരണത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണങ്ങൾ പറ, തുടി, ചേങ്ങില. ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത്? ഇംഗ്ലണ്ട്. ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത്? ഇംഗ്ലണ്ട്. ഏകദിന ക്രിക്കറ്റിൽ 2 അന്താരാഷ്ട്ര ഹാട്രിക്കുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? കുൽദീപ് യാദവ്. 2017-2019. ഏകദിന ക്രിക്കറ്റിൽ 2 അന്താരാഷ്ട്ര ഹാട്രിക്കുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കുൽദീപ് യാദവ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ മത്സരം? ഇംഗ്ലീഷ് FA കപ്പ്. 1871-72 ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ മത്സരം ഇംഗ്ലീഷ് FA കപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് ലഭിക്കുന്ന പുരസ്കാരം? ഗോൾഡൻ ബൂട്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് ലഭിക്കുന്ന പുരസ്കാരം ഗോൾഡൻ ബൂട്ട്. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേര്? റോളണ്ട് ഗ്യാരോസ്. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേര് റോളണ്ട് ഗ്യാരോസ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? 1984. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1984. ഏത് രാജ്യത്താണ് പോളോ കളി ഉത്ഭവിച്ചത്? ഇന്ത്യ. ഏത് രാജ്യത്താണ് പോളോ കളി ഉത്ഭവിച്ചത്? ഇന്ത്യയിൽ. ടാർഗറ്റ്, ബുൾസൈ എന്നീ പദങ്ങൾ ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ടാർഗറ്റ്, ബുൾസൈ എന്നീ പദങ്ങൾ ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം? ഗെറ്റ് സെറ്റ് പ്ലേ. ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം ഗെറ്റ് സെറ്റ് പ്ലേ. കേരളം എന്ന പദ്യം രചിച്ചത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരളം എന്ന പദ്യം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇങ്ങനൊരു ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അധികം അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. കേരളം എന്ന പദ്യം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ആരുടെ ഓർമ്മക്കുറിപ്പാണ് നിറക്കൂട്ടുകളില്ലാതെ? ഡെന്നിസ് ജോസഫ്. ആരുടെ ഓർമ്മക്കുറിപ്പാണ് നിറക്കൂട്ടുകളില്ലാതെ? ഡെന്നിസ് ജോസഫ്. KPSCയുടെ ആദ്യ നാടകം? എൻ്റെ മകനാണ് ശരി. 1951. KPSCയുടെ ആദ്യ നാടകം എൻ്റെ മകനാണ് ശരി. ശ്രീബുദ്ധ ചരിത്രത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷിലുണ്ടായിരുന്ന കൃതിയുടെ പരിഭാഷയായ പൗരസ്ത്യ ദീപത്തിൻ്റെ കർത്താവ്? നാലപ്പാട്ട് നാരായണ മേനോൻ. ശ്രീബുദ്ധ ചരിത്രത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷിലുണ്ടായ കൃതിയുടെ പരിഭാഷയായ പൗരസ്ത്യ ദീപത്തിൻ്റെ കർത്താവ്? നാലപ്പാട്ട് നാരായണ മേനോൻ. ഭീമ, ലോൺ വാരിയർ എന്നീ ശീർഷകത്തിൽ
ഗീതാ കൃഷ്ണൻകുട്ടി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ MT വാസുദേവൻ നായരുടെ നോവല് രണ്ടാം ഊഴം. ഭീമ ലോൺ വാറിയർ എന്ന ശീർഷകത്തിൽ ഗീതാ കൃഷ്ണൻകുട്ടി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ MT വാസുദേവൻ നായരുടെ നോവൽ രണ്ടാം ഊഴം. മണ്ടൻ മുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ്, ആനവാരി രാമൻ നായർ, തുരപ്പൻ ആവറാൻ എന്നീ കഥാപാത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മണ്ടൻ മുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ്, ആനവാരി രാമൻ നായർ, തുരപ്പൻ ആവറാൻ എന്നീ കഥാപാത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ തന്നെ ഞാനൊന്നു വാനിൽ പറന്നു നടക്കട്ടെ എന്നെഴുതിയത് ബാലാമണി അമ്മ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ തന്നെ ഞാനൊന്നു വാനിൽ പറന്നു നടക്കട്ടെ എന്നെഴുതിയത് ബാലാമണി അമ്മ. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണെന്ന്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. ആരെഴുതിയ വരികളാണിത്? മാധവിക്കുട്ടി. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. ആരെഴുതിയ വരികളാണ്? മാധവിക്കുട്ടി. കേരള പാണിനീയ വിമർശനം രചിച്ചതാര്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കേരള പാണിനീയ വിമർശനം രചിച്ചതാരാണ്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി വൈശിക തന്ത്രം. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി വൈശിക തന്ത്രം. തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി? SL പുരം സദാനന്ദൻ. തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി SL പുരം സദാനന്ദൻ. തുലാഭാരം എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയത് ശാരദ. തുലാഭാരം എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയത് ശാരദ. താഴത്തങ്ങാടി വള്ളംകളി ഏത് ജില്ലയിലാണ് നടക്കുന്നത്? കോട്ടയം. താഴത്തങ്ങാടി വള്ളംകളി ഏത് ജില്ലയിലാണ് നടക്കുന്നത്? കോട്ടയം. പാണ്ടിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? മാമാങ്കം. പാണ്ടിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? മാമാങ്കം. ഇത് PSC പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടയ്ക്കല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ ഒക്കെ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. പാണ്ടിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? മാമാങ്കം. ഏത് മലയാള മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്? മേടം. ഏത് മലയാള മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്? മേടം. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കന്നഡ കവിയായിരുന്ന ഗോവിന്ദ പയ്യുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മഞ്ചേശ്വരം. കന്നഡ കവിയായിരുന്ന ഗോവിന്ദ പയ്യുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മഞ്ചേശ്വരം. വേലക്കളിയുമായി ബന്ധപ്പെട്ട പ്രധാന ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. വേലക്കളിയുമായി ബന്ധപ്പെട്ട പ്രധാന ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഭീമാപ്പള്ളി ഉറൂസ് ആഘോഷം നടക്കുന്ന ജില്ല? തിരുവനന്തപുരം. ഭീമാപ്പള്ളി ഉറൂസ് ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരം. ഈ ഫോട്ടോയിൽ കണ്ടോ? ഭീമാപ്പള്ളി ഉറൂസ്. ഭീമാപ്പള്ളി ഉറൂസ് ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. ഏത് ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം രചിച്ചത്? ഗുരുവായൂര്. ഏത് ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം രചിച്ചത്? ഗുരുവായൂർ. 2006 ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 രാഷ്ട്രപതി ഒപ്പിട്ടതെന്ന്? 2006 ഓഗസ്റ്റ് 23. 2006 ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പിട്ടതെന്നാണ്? 2006 ഓഗസ്റ്റ് 23. ഭക്ഷ്യസുരക്ഷാ നിയമം രാജ്യത്ത് പൂർണ്ണമായും നിലവിൽ വന്ന തീയതി? 2011 ഓഗസ്റ്റ് 5. ഭക്ഷ്യസുരക്ഷാ നിയമം രാജ്യത്ത് പൂർണ്ണമായും നിലവിൽ വന്ന തീയതി? 2011 ഓഗസ്റ്റ് 5. സ്ത്രീധന നിരോധന നിയമം ദ ഡവറി പ്രൊഹിബിഷൻ ആക്ട് 1961 നിലവിൽ വന്നത് 1961 ജൂലൈ 1. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതെന്നാണ്? 1961 ജൂലൈ 1. ഇത് PSCയുടെ ഒരു സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്ന്? 1961 ജൂലൈ 1. കേരള നിയമസഭ സേവനാവകാശ നിയമം പാസാക്കിയ തീയതി? 2012 ജൂലൈ 12. കേരള നിയമസഭ സേവനാവകാശ നിയമം പാസാക്കിയ തീയതി 2012 ജൂലൈ 12. ഇതും PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗവർണർ HR ഭരദ്വാജ് സേവനാവകാശ ബിൽ ഒപ്പുവെച്ച തീയതി? 2012 ഓഗസ്റ്റ് 4. ഗവർണർ HR ഭരദ്വാജ് സേവനാവകാശ ബിൽ ഒപ്പുവെച്ച തീയതി 2012 ഓഗസ്റ്റ് 4. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന തീയതി? 2012 നവംബർ 1. ഇതും PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യം.
കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന തീയതി 2012 നവംബർ 1. ആൾക്കൂട്ട കൊലപാതകത്തിന് BNS പ്രകാരമുള്ള പരമാവധി ശിക്ഷ എന്ത്? വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്. ആൾക്കൂട്ട കൊലപാതകത്തിന് BSNS പ്രകാരമുള്ള പരമാവധി ശിക്ഷ എന്താണ്? വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷൻ ഏത്? 65. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? 65. ഇന്ത്യയിൽ വിവര സാങ്കേതിക വാർത്താവിനിമയ രംഗത്ത് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉന്നതാധികാര സമിതി ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആൻഡ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഇന്ത്യയിൽ വിവര സാങ്കേതിക വാർത്താവിനിമയ രംഗത്ത് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഉന്നതാധികാര സമിതി ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആൻഡ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഏത് പരിസ്ഥിതി പ്രവർത്തകന്റെ നിയമ പോരാട്ടമാണ് ഇന്ത്യയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്കു വഹിച്ചത്? MC മേത്ത. ഏത് പരിസ്ഥിതി പ്രവർത്തകന്റെ നിയമ പോരാട്ടമാണ് ഇന്ത്യയിൽ പരിസ്ഥിതി നിയമങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്കു വഹിച്ചത്? MC മേത്ത. കമാൻഡുകൾ ആസ്ഥാനം ഇന്ത്യൻ കരസേന. ഓക്കെ, അപ്പോൾ സെൻട്രൽ കമാൻഡ് മധ്യ കമാൻഡ് ലക്നൗ, ഈസ്റ്റേൺ കമാൻഡ് കിഴക്കൻ കമാൻഡ് കൊൽക്കത്ത, നോർത്തേൺ കമാൻഡ് വടക്കൻ കമാൻഡ് ഉധംപൂർ, സതേൺ കമാൻഡ് തെക്കൻ കമാൻഡ് പൂനെ, വെസ്റ്റേൺ കമാൻഡ് പടിഞ്ഞാറൻ കമാൻഡ് ചണ്ഡിമന്ദിർ, സൗത്ത് വെസ്റ്റേൺ കമാൻഡ് തെക്കു പടിഞ്ഞാറൻ കമാൻഡ് ജയ്പൂർ, ട്രെയിനിങ് കമാൻഡ് പരിശീലന കമാൻഡ് ഷിംല. അപ്പോൾ കമാൻഡുകളും ആസ്ഥാനമാണ് അതിൽ ഇന്ത്യൻ കരസേനയിൽ വരുന്നത്. സെൻട്രൽ കമാൻഡ് അതായത് മധ്യ കമാൻഡ് ലക്നൗ, ഈസ്റ്റേൺ കമാൻഡ് അതായത് കിഴക്കൻ കമാൻഡ് കൊൽക്കത്ത, നോർത്തേൺ കമാൻഡ് അതായത് വടക്കൻ കമാൻഡ് ഉധംപൂർ, സതേൺ കമാൻഡ് അതായത് തെക്കൻ കമാൻഡ് പൂനെ, വെസ്റ്റേൺ കമാൻഡ് പടിഞ്ഞാറൻ കമാൻഡ് ചണ്ഡിമന്ദിർ, സൗത്ത് വെസ്റ്റേൺ കമാൻഡ് തെക്കു പടിഞ്ഞാറൻ കമാൻഡ് ജയ്പൂർ, ട്രെയിനിങ് കമാൻഡ് പരിശീലന കമാൻഡ് ഷിംല. നാവികസേനയുടേത് സതേൺ നേവൽ കമാൻഡ് തെക്കൻ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചി, ഈസ്റ്റേൺ നേവൽ കമാൻഡ് കിഴക്കൻ കമാൻഡിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം, വെസ്റ്റേൺ നേവൽ കമാൻഡ് പടിഞ്ഞാറൻ കമാൻഡിൻ്റെ ആസ്ഥാനം മുംബൈ. നാവികസേനയുടേത് സതേൺ നേവൽ കമാൻഡ് തെക്കൻ കമാൻഡ് ആസ്ഥാനം കൊച്ചി, ഈസ്റ്റേൺ നേവൽ കമാൻഡ് അതായത് കിഴക്കൻ കമാൻഡിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം, വെസ്റ്റേൺ നേവൽ കമാൻഡ് പടിഞ്ഞാറൻ കമാൻഡിൻ്റെ ആസ്ഥാനം മുംബൈ. വ്യോമസേനയുടേത് സെൻട്രൽ എയർ കമാൻഡ് മധ്യ കമാൻഡിൻ്റെ ആസ്ഥാനം പ്രയാഗ്രാജ്, ഈസ്റ്റേൺ എയർ കമാൻഡ് കിഴക്കൻ കമാൻഡ് ഷില്ലോങ് മേഘാലയ, സതേൺ എയർ കമാൻഡ് തെക്കൻ കമാൻഡ് തിരുവനന്തപുരം, വെസ്റ്റേൺ എയർ കമാൻഡ് പടിഞ്ഞാറൻ കമാൻഡ് ന്യൂഡൽഹി, സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് തെക്കു പടിഞ്ഞാറൻ കമാൻഡ് ഗാന്ധിനഗർ, ട്രെയിനിങ് കമാൻഡ് പരിശീലന കമാൻഡ് ബംഗളൂരു, മെയിൻ്റെനൻസ് കമാൻഡ് പരിപാലന കമാൻഡ് നാഗ്പൂർ. വ്യോമസേനയുടെ ആസ്ഥാനങ്ങൾ സെൻട്രൽ എയർ കമാൻഡ് മധ്യ കമാൻഡ് പ്രയാഗ്രാജ്, ഈസ്റ്റേൺ എയർ കമാൻഡ് കിഴക്കൻ കമാൻഡ് ഷില്ലോങ് മേഘാലയ, സതേൺ എയർ കമാൻഡ് തെക്കൻ കമാൻഡ് തിരുവനന്തപുരം, വെസ്റ്റേൺ എയർ കമാൻഡ് പടിഞ്ഞാറൻ കമാൻഡ് ന്യൂഡൽഹി, സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് തെക്ക് പടിഞ്ഞാറൻ കമാൻഡ് ഗാന്ധിനഗർ, ട്രെയിനിങ് കമാൻഡ് പരിശീലന കമാൻഡ് ബംഗളൂരു, മെയിൻ്റെനൻസ് കമാൻഡ് പരിപാലന കമാൻഡ് നാഗ്പൂർ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കമാൻഡുകൾ ആസ്ഥാനം ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. ഈ ഹൈസ്പീഡ് GK പ്രധാനമായിട്ടും ഈ ഡിഗ്രി പ്രിലിംസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക കേട്ടോ. കമാൻഡുകളും ആസ്ഥാനം ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. കണ്ടോ, ഇത് ക്രാഷ് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്പെഷ്യൽ ഫോക്കസ് എന്താണ് കമ്പനി, കോർപ്പറേഷൻ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ അല്ലാതെ 10th ലെവൽ എക്സാം എഴുതുന്നവർ ഈ ആസ്ഥാനങ്ങൾ അതായത് ഈ കമാൻഡുകളുടെ ആസ്ഥാനങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മാത്രം മതി. ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർ ഇത് നന്നായിട്ട് പഠിച്ചാൽ മതി. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് ഓർത്ത് വയ്ക്കുക, അത്രയൊക്കെ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിലുള്ള 2 ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.